അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഷഹീദായ വ്യക്തിയിൽ നിന്ന് മറ്റുള്ള വ്യക്തിയുടെ പദവിയുടെ ദൂരം ബൈന സമാഇ വൽ അർദ്, ആകാശഭൂമിയോളം അതിനിടയിലുള്ള വ്യത്യാസം, അത്രത്തോളം പദവിയിൽ വ്യത്യാസമുണ്ട് എന്ന് പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഷഹീദിനേക്കാൾ വലിയ പദവി അലങ്കരിക്കുന്ന നേട്ടത്തിനുടമയായ വ്യക്തി, ഒരു റമളാൻ കൂടി മറ്റുള്ള വ്യക്തിയേക്കാൾ കൂടുതൽ ഈ മനുഷ്യന് കിട്ടി എന്ന ഒരു പ്രത്യേകത മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം പ്രാധാന്യമുള്ളതാണ്, പ്രതിഫലാർഹമാണ് പരിശുദ്ധ റമളാൻ എന്ന് പറയുന്നത്. നോമ്പനുഷ്ഠാനം, നമസ്കാരം, ലൈലത്തുൽ ഖദർ, നോമ്പ് തുറപ്പിക്കൽ, ഇതിനെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുന്നുണ്ട്. മൻ സ്വമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, മൻ ഖാമ ഫീ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, മൻ ഫത്തറ സായിമൻ കാന മഗ്ഫിറതൻ ലിദുനൂബിഹി വഅതഖ മിനൻ നാർ. ഈ ഹദീസുകളൊക്കെ പരിശോധിച്ചാൽ റസൂൽ പറയും, നോമ്പനുഷ്ഠാനം, നമസ്കാരം, ലൈലത്തുൽ ഖദറുള്ള നമസ്കാരം, നോമ്പ് തുറപ്പിക്കൽ, കാന മഗ്ഫിറതൻ ലിദുനൂബി, ഒരു മനുഷ്യൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയാൻ പറ്റുന്ന പ്രവൃത്തിയാണത്. രണ്ട് ഡിമാൻഡാണ് പറയുന്നത്. ഒന്ന് ഈമാനും ഇഹ്തിസാബും. ഈമാൻ ഉണ്ടായിരിക്കണം, പ്രതിഫലം അള്ളാഹുവിൽ നിന്ന് ലഭിക്കണം എന്നുള്ള ഒരു നിയ്യത്തുണ്ടായിരിക്കണം. അതില്ലാതെ നമസ്കരിച്ചാൽ, നോമ്പനുഷ്ഠിച്ചാൽ, ബാക്കി എന്ത് പ്രവൃത്തി ചെയ്താലും അവന് പാപങ്ങൾ മായ്ച്ചു കളയാൻ കഴിയില്ല എന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എത്രയെത്ര നോമ്പുകാരാണ് അവരുടെ നോമ്പിലൂടെ ദാഹവും വിശപ്പും അല്ലാണ്ട് ഒന്നും അവർക്ക് ലഭിച്ചിട്ടില്ല. എത്രയെത്ര നമസ്കാരക്കാരാണ് രാത്രിയിൽ ഉറക്കം കളഞ്ഞുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ ഒരു പ്രതിഫലവുമില്ല. അപ്പം അങ്ങനെ ആകാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, ആ ഈമാനും ഇഹ്തിസാബോടും കൂടി ചെയ്താൽ അവൻ്റെ പാപങ്ങളെ മായ്ച്ചു കളയാൻ കഴിയും. അങ്ങനെ മായ്ക്കുമ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായത്തിന് നിർബന്ധമാക്കിയ നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയത് എന്തിനാണെന്ന് ചോദിച്ചാൽ ലഅല്ലക്കും തത്തഖൂൻ, സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ നോമ്പനുഷ്ഠാനവും നമസ്കാരവും അത് ഈമാനും ഇഹ്തിസാബും ഇല്ലാതെ വരുമ്പോൾ പാപങ്ങൾ മായ്ച്ചു കളയാൻ കഴിയില്ല. ഈമാനും ഇഹ്തിസാബോടും കൂടിയാണെങ്കിൽ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞുകൊണ്ട് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് സൂക്ഷ്മതയുള്ളവരായി മാറാൻ കഴിയും എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ ആമീൻ പറയുന്നുണ്ട്. ഒരിക്കൽ 3 തവണ ആമീൻ പറയുന്നു. അപ്പോൾ സഹാബികൾ ചോദിക്കുന്നത് കഴിയുമ്പോൾ, റസൂലെ എന്തിനാണ് അങ്ങ് ആമീൻ പറഞ്ഞത്? അതിലൊരു കാര്യം ഇപ്രകാരമാണ്, മൻ അദ്റക ശഹ്റ റമളാൻ ഫലം യഗ്ഫിർ ലഹു ഫദഖല അന്നാർ ഫഅബഅദല്ലാഹ്. ഒരു മനുഷ്യൻ, അവന് റമളാൻ കിട്ടി, റമളാൻ ജീവിക്കാൻ അവസരം ലഭിച്ചു, ഫലം യഗ്ഫിർ ലഹു, അവൻ്റെ പാപങ്ങൾ അവൻ മായ്ച്ചു കളഞ്ഞിട്ടില്ല എങ്കിൽ അവൻ ഫദഖല അന്നാർ, നരകത്തിന് പ്രവേശിക്കുന്നവനായി. അവൻ നരകാവകാശിയായി മാറുകയാണ്. അവൻ്റെ പാപങ്ങൾ റമളാനുടനെ കഴുകിക്കളയാൻ കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ അവന് എന്നാണത് നേടിയെടുക്കുവാൻ കഴിയുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. അത്രത്തോളം പ്രാധാന്യമുണ്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞ ഹദീസിൻ്റെ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കുമ്പോൾ, ഷഹീദിനേക്കാൾ പദവി അലങ്കരിക്കുവാൻ കഴിയും റമളാനിൽ ഒരു വിശ്വാസി അതിൻ്റെ ഈമാനോടും ഇഹ്തിസാബോടും കൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മഹാനായ അല്ലാമ മുഹമ്മദ് ഇഖ്ബാലിൻ്റെ 2 വരി കവിതയുണ്ട്. അതിൽ അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്, മൗസം അച്ച പാനി വാഫർ മിട്ടി ബി ദർഹേസ്. എത്ര നല്ല കാലാവസ്ഥയാണ്, ജലം ലഭിക്കുന്നുണ്ട്, ഫലഭൂഷ്ടിയുള്ള മണ്ണുണ്ട്. പക്ഷേ നല്ലൊരു ഫലഭൂഷ്ടമുള്ള മണ്ണുള്ള, നല്ല വെള്ളം ലഭിക്കുന്ന നല്ലൊരു കാലാവസ്ഥയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ, കൃഷി ഇറക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഓ കൈസ ദഹ്കാൻ, അവൻ എത്ര ഹതഭാഗ്യവാനാണെന്ന് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ ചോദിക്കുന്നുണ്ട്. ഇത്രയും നല്ലൊരു റമളാൻ വന്നിട്ട് അതിനെ ഉപയോഗപ്പെടുത്തുവാൻ ഒരു വിശ്വാസിക്ക് കഴിഞ്ഞില്ല എങ്കിൽ, അതിന് വെള്ളമൊഴിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, വിത്തിറക്കുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അതിനേക്കാൾ വലിയ നഷ്ടകാരിയില്ല എന്നാണ് അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ പരിശുദ്ധ റമളാൻ ഒരിക്കൽ കൂടി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ റമളാനിൽ നല്ല ശ്രേഷ്ഠതയോടുകൂടി
ഈമാനോടുകൂടി ഇഹ്തിസാബോടുകൂടി ഉപയോഗിക്കുവാൻ കഴിഞ്ഞാൽ ഒരു ഷഹീദിനേക്കാൾ വലിയ പദവി നേടിയെടുക്കുവാൻ കഴിയുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ പവിത്രത ഉൾക്കൊണ്ട് ജീവിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിർ ദഅവാന